തളി ബ്രാഹ്മണ സമൂഹ മഠത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന കോഴിക്കോട് ഭജനോത്സവം ആരംഭിച്ചു. ബ്രാഹ്മണ സമൂഹം പ്രസിഡന്റ് പി ധർമ്മരാജൻ ദീപം തെളിയിച്ചു. മസ്കത്ത് ആനന്ദ ഭാഗവതർ തോടയ മംഗള ഭജന അവതരിപ്പിച്ചു. തളി സദ്ഗുരു ദിവ്യനാമ ഭജന സംഘം രൂപീകൃതമായി 57 വർഷം പിന്നിട്ട വേളയോടനുബന്ധിച്ചാണ് തളി ബ്രാഹ്മണ സമൂഹ മഠത്തിൽ കോഴിക്കോട് ഭജനോത്സവം നടക്കുന്നത്. ഭജന സംഘത്തിന്റെ അമരക്കാരനായിരുന്ന എം.എൻ. സുന്ദരം, കെ.എസ്. വെങ്കിടാചലം, ബി.ആർ. രാമലിംഗയ്യർ, പി.വി. പരമേശ്വരയ്യർ എന്നിവരുടെ സ്മരണാർത്ഥമാണ് 4 ദിവസത്തെ ഭജനോത്സവം സംഘടിപ്പിക്കുന്നത്. ഭജനോത്സവത്തിന്റെ ആദ്യ ദിവസം മുൻകാല ഭജന വിദ്വാനായ എം.എൻ. സുന്ദരത്തിന്റെ ഓർമ്മകൾക്ക് മുൻപിൽ സ്മരിച്ചുകൊണ്ട് ബ്രഹ്മശ്രീ മസ്കറ്റ് ആനന്ദ ഭാഗവതരുടെ തോടയ മംഗളത്തോടെ ചടങ്ങുകൾ ആരംഭിച്ചു. തുടർന്ന് എം.എസ്. പരമേശ്വരൻ മുംബൈ ആൻഡ് പാർട്ടിയുടെ ഭജന, കുമാരി വർഷ ഭുവനേശ്വരി ചെന്നൈ അവതരിപ്പിച്ച ഹരികഥ, ഇടപ്പള്ളി ഗായത്രി ഭജന മണ്ഡലിയുടെ മഹാഗണപതി ധ്യാനം, ബാലസുബ്രഹ്മണ്യ ധ്യാനം എന്നിവയിൽ നടന്നു. ഭജനോത്സവത്തിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള ദീപം തളി ബ്രാഹ്മണ സമൂഹ മഠം പ്രസിഡന്റ് പി ധർമ്മരാജൻ തെളിയിച്ചു. ബ്രഹ്മശ്രീ മുംബൈ സുന്ദർ രാമ ഭാഗവതരുടെ കാർമ്മികത്വത്തിലാണ് സീതാരാമ കല്യാണ മഹോത്സവം നടക്കുക. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജോയിന്റ് എൻട്രൻസ് എക്സാമിനേഷൻ (JEE) മെയിൻ പരീക്ഷയിൽ ആകാശ് എഡ്യൂക്കേഷണൽ സർവീസ് ലിമിറ്റഡിലൂടെ